Ladies and gentlemen, welcome back to yet another video. Friends of Someone Says, you can also try Kuman by Jittu Joseph. Recently, Valuashthi Kalan was released, right? അതിൻ്റെ ഫീഡ്ബാക്ക് വാസ് നോട്ട് ദ ബെസ്റ്റ് ആക്ച്വലി. ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അധികം ഫീഡ്ബാക്ക് കേട്ടില്ല, എനിക്കറിയില്ല, നോക്കണം. പക്ഷേ എൻ്റെ ട്രെയിലറൊക്കെ നല്ലതായിരുന്നു. സോ അപ്പോഴാണ് ഈ കൂമൻ എന്ന് പറഞ്ഞ ഫിലിമിനെ പറ്റി കേട്ടത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി, ഫോർ കൂമൻ, ആസിഫ് അലീസ് ആൻഡ് ഫ്രണ്ട്സ് ഓഫ് സമ്മൺ. Boy or a girl? Adarsh Noah. I'm assuming you're a boy. I don't know. I'm not very sure based on the name. Anyway, you also upload videos now. Like we could be friends of friends. You're a friend of someone, so I'm maybe we could be friends, I guess. Without any further ado, we are watching Kuman. Before that, I want to check out what Kuman is. What does Kuman mean? Asif Ali 2022 Indian Malayalam language crime thriller. Oh, very nice. 70% of the users like this film and 7.3 on IMDb, which is pretty nice, pretty good. Okay. What is the meaning of Kuman though? Kuman meaning. Kuman primarily means owl in Malayalam. Oh, okay. It's often used to describe someone who stays awake late at night or someone who is silent and observant. It's also the title of the 2022 Malayalam language crime thriller by Jittu Joseph. Okay. Very cool. So yeah, without any further ado, let's get into it. Hold on. തുടക്കം തന്നെ ഇതാണല്ലോ, വേറെ പണിയില്ലേ. ഐ ഹേറ്റ് സ്മോക്കിംഗ് മാൻ. ഞാൻ എടുത്തിട്ടില്ല സാറേ, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങള് റൂമിലും ബാഗിലൊക്കെ ശരിക്കും നോക്കിയായിരുന്നു സാർ, അവിടെ എങ്ങും ഇല്ല. ഇല്ല സാർ. ഇല്ല, ഇൻഷുർ ചെയ്തിട്ടില്ല. ഇല്ല സാർ. ഇറിങ്ങിന്റെ ഫോട്ടോ എല്ലാം ഉണ്ടോ? ഫോട്ടോസ് അതിന്റെ മാത്രമായിട്ടില്ല സാർ. ദേ ഈ ഫോട്ടോയില് ക്ലിയർ ആയിട്ട് കാണാം. ഇൻഷുറൻസ് ഫ്രോഡാണോ? താനോട് മാറി. അല്ല, ഈ ഫോട്ടോ നോട്ടത്തിൽ എന്തെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ. 1 ലക്ഷം രൂപയുടെ ഡയമണ്ട് റിംഗാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാർ ഞങ്ങൾ ഇന്ന് ചെക്കൗട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ സ്റ്റേഷനിലേക്ക് വാ, കേസ് രജിസ്റ്റർ ചെയ്യാം. സാറേ ഒന്നിങ്ങ് വന്നേ. ഓ, ഇയാളാണല്ലേ ഇൻഷുർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയായിരുന്നു. സോറി, അയാളാ മോതിരം എടുത്തതെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. നിനക്കെന്താ അവനെ സംശയം തോന്നാൻ കാരണം? Oh, that's why you call him Kuman. Like നത്ത്, right? നമ്മുടെ കലങ്കാവല്ല നത്തും. കാശില്ലാത്തോണ്ട് അവന്റെ 2 കാർഡ് റിജക്ട് ചെയ്യുന്ന ആ റിസപ്ഷനിലെ പയ്യൻ പറഞ്ഞപ്പോ ഞാൻ ആ ഫോട്ടോ നോക്കാൻ വേണ്ടി അവന്റെ ഫോൺ മേടിച്ചില്ലേ. അപ്പൊ ചുമ്മാ സെർച്ച് ഹിസ്റ്ററി ഒന്ന് കയറി നോക്കി. താണ്ട കിടക്കുന്ന ഡയമണ്ട് പ്രൈസ് കാൽക്കുലേറ്ററും ഡയമണ്ട് റീസെയിൽ വാല്യൂ ഒക്കെ. പിന്നെ ഇവനിത് എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്, ഇവന്റെ കെട്ടികളും കൂടെ അറിഞ്ഞോണ്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ നമ്മുടെ ചൈനീട്ട നമ്പറിൽ നിന്നും കിട്ടി. പ്രൊഫഷണലായ കള്ളൻ അല്ലാത്തത് കൊണ്ടാ പൈസക്ക് അത്യാവശ്യം വന്നപ്പോ തോന്നിയ ഒരു അതിബുദ്ധി. ഈ കുട്ടിയുടെ ഇറങ്ങുള്ള. ഹലോ, എന്തൊരു ഉറപ്പത്, സ്ഥലമെത്തി, ഇറങ്ങണ്ട. കുട്ടി ചേട്ടാ, എനിക്ക് ഒരു 2 സെറ്റ് അപ്പം മുട്ടക്കറിയും പാഴ്സൽ. പോലീസ് റോൾ അടിപൊളിയായിട്ട് ചെയ്യും. ഷാജിയെ, എറണാകുളത്ത് ഏതൊരു വമ്പൻ ടീം വന്നു കേട്ടല്ലോ. നീയും തമ്പി ചേട്ടൻ കൂടെ വിഴിഞ്ഞ. അത് അത്ര വലിയ പരിപാടിയല്ല. ഒരു ചായ തരാം. എന്തോ ഉന്തും തള്ളും ഉണ്ടാക്കിയിരുന്നത്. അതിന് ഇയാളെ വന്ന് കണ്ടിട്ടെന്ന കാര്യം? പ്രശ്നം ഞാനായിട്ടല്ലേ. അവിടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ഗിരി, ഒരുമാതിരി സ്റ്റേഷനിൽ വരുന്നവരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഞാനേ ഒരു പൊതുപ്രവർത്തകനാ. ചിലപ്പോ സല്യൂട്ട് ചെയ്യേണ്ടി വന്നേക്കും. അല്ലേ തന്നെ തലയിരിക്കാൻ വാലാടുന്ന ആരുമില്ലല്ലോ. ഇവിടെ CSI ഒക്കെ ഉണ്ടല്ലോ. അടുത്തവരാകുമ്പോ ഒന്ന് കിടിലം കഴിച്ചാന്ന് കേട്ട് ഇനി ഇവന്റെ കളിയൊന്നും ഇവിടെ നടക്കൂല. ഞാനതെല്ലാം ആലോചിക്കുന്നത്. ഈ ഫിഗർ വെച്ച് ഇങ്ങനെ പോലീസ് ചേർന്നതാ. കൈക്കൂലി ശുപാർശ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താ സുരേഷ നടക്കാത്തത്? നിർത്താൻ പറ പോലീസേമാനോട്. അവൻ മഹാഭിഷ്കനാ. ഇതാണോ വീട് പോലീസേമാന്റെ? അമ്മ
അമ്മയ്ക്ക് ഇത് എന്തിന്റെ കടമേ? എനിക്ക് ഹോട്ടൽ ഭക്ഷണമൊന്നും പിടിക്കത്തില്ല. ഓ, ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാമേ. ഗ്യാസ് നാളെ വരും ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ഈ വലിവെള്ളം ഞാൻ തന്നെ വേണ്ടേ ഇവിടെ പണിയാൻ? എത്ര നാളായിട്ട് ഞാൻ പറയുന്നത് ഈ ലൊട്ടിലൊടുക്ക് ചികിത്സയൊക്കെ നിർത്തിയിട്ട് ഒരു നല്ല ഡോക്ടറെ കാണാൻ. Good അതങ്ങനെ point. വൈകുന്നേരം ആകുമ്പോ രണ്ട് ഇപ്പൊ കൊച്ചിനൊരു കല്യാണം നടക്കുന്നില്ല. ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ പറയുന്നത്. നിനക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. ആ, എനിക്ക് വിശ്വാസമില്ല. അമ്മയുടെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ കൊച്ചു എന്നും ഇവിടെ വരുമായിരുന്നു. നിന്നെ വലിയ കാര്യമായിരുന്നു. Oh, what happened? Oh no, I don't like that. ഇന്ന് രാവിലെ ഞങ്ങളെ കഴിഞ്ഞപ്പോ എങ്ങോട്ടോ പോയി. പോസ്റ്റ്മോർട്ടം ഒന്ന് ഒഴിവാക്കി തരാൻ സി സാറിനോടൊന്ന് ചോദിക്കാമോ? Why? അയ്യോ, അതൊന്നും ശരിയാവത്തില്ല. ഒന്നാമത് ദുർമരണം, വെട്ടിക്കീറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എത്ര പരിഹാരം ചെയ്താലും ദോഷം മാറൂലെന്നേ. നമ്മുടെ സമുദായക്കാരനല്ലേ. ഇയാളാണ് ഇനി ചെയ്തത്. ഉദാഹരണം ബിസിനസ് പൊളിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്കൊക്കെ അറിയാലോ. ചേട്ടാ, പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സർവീസിലെ എൻ്റെ ലാസ്റ്റ് കേസാണ്. ഇതിനെന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ പിന്നെ സർക്കാരിൽ നിന്ന് എൻ്റെ പെൻഷൻ പോലും കിട്ടുകയില്ല, പിടിച്ചു വയ്ക്കും. ഓ, കുഴപ്പമൊന്നും ആവത്തില്ലെന്ന്. സംഭവം ആത്മഹത്യ തന്നെ. സാറേ, ഇന്നാളി ദാമോദരന്റെ കേസിൽ നിർബന്ധം പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയിട്ട് വലിയ മെനക്കേടായിരുന്നു. നമുക്ക് താലൂക്ക് മതി സാറേ. അതിന്റെ മുറക്ക് ചെയ്യണം കേട്ടോ. ഞങ്ങള് ചെല്ലുമ്പോ തന്നെ ആൾക്കാരെ കൂടിയിട്ടുണ്ടായിരുന്നു. ഓർത്തില്ല. അതെ, ആ, ചടങ്ങുകളൊക്കെ എങ്ങനെ? ദൊരൈസ്വാമി ഇപ്പൊ വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓടും. സ്വാമി നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പൂജാരി എന്റെ ചിട്ടക്ക് ചെയ്തോളും. ആണാണ് എല്ലാം ചെയ്തു വെച്ച എല്ലാ സിനിമയിലും ഉണ്ട്. ഒരാളെ കൊന്നിട്ട് ചെയ്തവൻ എന്തായാലും ആ മരണ വീട്ടിൽ വരും ഷോ കാണിക്കാൻ വേണ്ടി. വേറെ ആർക്കും കർമ്മമൊന്നും അറിയില്ല. അതാണോ ഇപ്പൊ ഇങ്ങനെ ഒരു മരണമായതുകൊണ്ടല്ലേ. അപ്പൊ ഇയാള് വരുന്നതിന് മുമ്പോ ഷോ ആണ് ഷോ ഈ പട്ടി മനോഹരൻ ഷോ. ഇവിടെ വന്നിട്ട് 10-15 കൊല്ലല്ലേ ഉള്ളൂ. CI സാറിന് ഗിരി സാറിന്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇല്ലാതെ, അതൊക്കെ സസ്പെൻസാ. അവരെന്താ ഇവിടെ? ആ, അത് നമ്മുടെ സുകുമാര സാറ് പിടിച്ച വണ്ടി കേസാ. ആ ഓടിച്ചിരുന്ന പിള്ളേർ വണ്ടി ഇട്ടിട്ട് കടന്നു കളഞ്ഞ കേസേ. ഏത്? ആ വണ്ടിക്കൊന്ന് കഞ്ചാവ് കിട്ടിയോ? ആ, അത് തന്നെ. ബൈക്ക് അവന്റെ. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ആണോ? ഇവന് മനസ്സറിവുള്ള കാര്യമല്ല സാർ. CI സാറോട് ഒന്ന് പറയണം. അതെന്നേട്ടാ അങ്ങനെ പറയുന്നത്? ഇവന്റെ ഒരു കാര്യത്തിനല്ലേ, ഞാൻ പിന്നെ പറയില്ല. സാർ ഇവന് ഗൾഫിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കുക. വല്ല കേസ് വല്ലതും ആയാൽ പ്രശ്നമാവും. ചേട്ടൻ വിചാരിച്ച നടക്കും ചേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്. നീ പേടിക്കാടാ, കൊലക്കുറ്റൊന്നല്ലല്ലോ. 2-3 കഞ്ചാവ് പിടിച്ച കേസല്ലേ, നമുക്ക് ശരിയാക്കാം. വെട്ടത്തേക്ക് പിടിച്ചു നോക്കി. റഷീദ് സാറേ, ആ കഞ്ചാവ് കേസിന് എഫ്ഐആർ ഇട്ടായിരുന്നു? ഇല്ല, അത് കേസ് എടുക്കേണ്ടത് വാൺ ചെയ്ത് വിട്ടാൽ മതി എന്ന് സി സാർ പറഞ്ഞു. അത് പ്രശ്നവും നാട്ടുകാരൊക്കെ അറിഞ്ഞെന്ന് തോന്നുന്നു. കേസ് എടുക്കുന്നത് നല്ല കേട്ടോ. ആണോ? പിന്നെ കവലയിലൊക്കെ സംസാരം ഉണ്ടെന്നേ. Oh shit, he's got a problem, isn't he? Revenge, ആന പ്രതികാരം മൈൻഡ് സെറ്റ്. അറിയില്ല സാറേ, കവലയിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. സാറേ, നമുക്ക് ആ വണ്ടിയുടെ ഓണർ ചെക്കനെ ഒഴിവാക്കി മറ്റവന്മാരെ പേരിൽ 27 ചാർജ് ചെയ്യാം. കോടതി പോയി ഫൈൻ അടയ്ക്കട്ടെ. സ്കൂൾ പരിസരത്ത് കഞ്ചാവ് കേട്ട ദുർബല വകുപ്പ് ചുമത്തി പോലീസ് എന്ന് പത്രത്തിൽ വരുമ്പോൾ സാറ് സമാധാനം പറയേണ്ടി വരുവേ. വേറെ ടീംസാ, ഇവരൊന്നുമല്ല. ഈ ഇങ്ങനെ ചാർജ് ചെയ്താൽ ആ ഓണർ ചെക്കൻ കുടുങ്ങില്ലേ, അവൻ പ്രതിയാവില്ലേ? ആവട്ടെ സാറേ, അവന്റെ വണ്ടിയിൽ നിന്നല്ലേ കഞ്ചാവ് പിടിച്ചത്. സാറേ, ആ കൊച്ചെന്തോ ഗൾഫിൽ പോവാൻ നിൽക്കുക. അവനൊക്കെ ഗൾഫിൽ പോയാൽ അവിടെയും തുടങ്ങും മയക്കുമരുന്ന് എടുത്തും സ്വർണ്ണക്കടത്തും ഒക്കെ. എനിക്കിത് എന്തിനാണ് ഇങ്ങനെ ഒരു നീ വന്നേ. മനസ്സിലായി, ഇയാൾക്ക് മനസ്സിലായി കാര്യം. കണ്ടാ മനസ്സിൽ വച്ചുകൊണ്ടുള്ളൊരു ഡയലോഗ്. അവനുമായിട്ട് എന്താണ് ഇത്ര പ്രശ്നം? അവനെ കൊടുക്കണമെന്ന് നിനക്കെന്താണ് ഇത്ര നിർബന്ധം? അതും ഇത്ര അടുത്തറിയാവുന്ന ഒരു പയ്യൻ. വാശി. അവൻ ശരിയല്ല സാറേ, അവൻ കഴിഞ്ഞ ദിവസം എന്നെ ഒന്ന് ചൊറിഞ്ഞു. എടാ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്വഭാവം നിനക്ക് നല്ലതിനല്ല. എടാ, ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെയുള്ള ഒരു സമീപനം നല്ലതല്ലടാ, അതും ഒരു പോലീസുകാരന്. എടാ, ആ പയ്യൻ എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം അത് വേണ്ടടാ. എനിക്ക് വേണ്ടി നീ അത് വിട്ടുകള. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കത്തില്ലേ? ഭാവസംബന്ധി പത്രം എന്നാണ് പ്രമാണം. മനസ്സിലായോ? ഇല്ല. ആ, താമ്പൂല മധ്യത്തിൽ തുള വന്നാൽ വൃതാഭിമാനം മൂലം പ്രശ്നങ്ങൾ എന്നാണ് ഫലം. മകന് കുറച്ച് മോശപ്പെട്ട കലഹം, അതുമൂലമുണ്ടാകുന്ന മാനസിക സംഘർഷം.
സന്യാസിമല കോവിൽ തന്നെ ചെയ്യണം. ഞാൻ ഈ എഴുതി തരുന്നത് അവിടുത്തെ തിരുമേനിക്ക് കൊണ്ട് കൊടുക്കുക. ഓം സുബ്രഹ്മണ്യായ നമഃ. ആള് കുറച്ച് കണ്ടത്തിലാണെങ്കിലും പറയുന്ന കുറേ കാര്യമുണ്ടോ. ഇത് ആംസൺ അമോണിഷൻ ലിസ്റ്റ്. ഇത് എടുപ്പിക്കണ നാട്ടുകാരാണോ ഇവിടെ? ഏയ്, ഇവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്റ്റേഷനാ സാറേ. വിനോദേ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലേ? പുലിയാണ് പുലി. അവിടുത്തെ മൊത്തം ക്രിമിനൽസ് ഒതുക്കിയിട്ടാ സാറ് പോയത്. കുറെ മോഷണം പിടിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, മോഷണം പിടിക്കാൻ ഒരു പ്രത്യേക കഴിവാ. മേലാപ്പിസമാർ എപ്പോഴും പറയും. സ്ട്രിക്റ്റ് ആണോ സാറേ? ആണോന്നാ? സാറിന്റെ രീതിക്ക് നിന്നില്ലെങ്കിണ്ടല്ല വിറപ്പിക്കും. അതേതായാലും നന്നായി. രാജാവിനെക്കാളും വലിയ മന്ത്രിമാരുള്ള സ്ഥലമല്ലേ, മാറ്റമൊക്കെ വരട്ടെ. അതെ അതെ, ചില വാലുകളുടെ ആട്ടം നിൽക്കും. തൊപ്പി മര്യാദയ്ക്ക് വെക്കാൻ പോലും അറിയില്ലേ? ആരെങ്കിലും രണ്ടുപേരും എൻ്റെ കൂടെ വന്നേ, നമുക്ക് ആ ജുറിസ്ഡിക്ഷൻ ഒക്കെ ഒന്ന് കാണാം. ഞാൻ പറയാം സാറേ, എന്റെ നാടാ, എല്ലാം പരിചയക്കാരെ. വേണ്ട, അത്ര പരിചയമുള്ളവരൊന്നും വേണ്ട. ചിലപ്പോ കുഴപ്പക്കാരൊക്കെ ബന്ധുക്കളും സ്വന്തക്കാരും ആവും. വിനോദേ, താമടം. നമ്മുടെ SCI ഹരിലാൽ അവർകൾ ആദ്യ വിസിൽ മുഴക്കുന്നതോടുകൂടി മത്സരം ആരംഭിക്കുന്നതാണ്. വാശിയേറിയ കബഡി മത്സരം ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഈ ഗ്രൗണ്ടിലേക്ക് ആർത്തവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വാശിയേറിയ മത്സരം. നമുക്ക് പോയാലിനി ഒരുപാട് ലേറ്റായി. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ഗിരി, ഒരുമാതിരി സ്റ്റേഷനിൽ വരുന്നവരോട് സംസാരിക്കുന്നവരെ എന്നോട് സംസാരിക്കരുത്. ഞാനേ ഒരു കാണികളാരും പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും കളത്തിന് പുറത്തേക്ക് നിൽക്കുക. വോളണ്ടിയേഴ്സ്, പോലീസ് എടാ മോനെ, നീ അത് മനസ്സിലാക്കണം. ക്യാരക്ടറാണ് സമയദോഷം കൊണ്ടാണ് ഇതിനൊക്കെ പറ്റിയത്. അയാളുടെ സീനാണ്. എന്തേലും ഒരു കാര്യം ഉണ്ടായി അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കും. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. ദാറ്റ്സ് വെരി റിലേറ്റബിൾ ടു. കാരണം ഒരു സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഇത്രയൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ മനസ്സിൽ നിന്നുള്ള കുറച്ച് പാടാണ്. ഇപ്പം അതൊന്നും മാറിയിട്ടുണ്ട്. സോ ഐ കൈൻഡ് ഓഫ് ഫീൽ a little bit. What's going on? Does he panic attack ആണോ? ഓ, ഇത് ശരിക്കും കബഡി കളിച്ച് കിട്ടിയ ട്രോഫി തന്നെ. പിന്നെ അത് ജില്ലയിൽ കളിച്ച് ഫസ്റ്റ് കിട്ടിയപ്പോ എടുത്തതല്ലേ. അന്നൊക്കെ എങ്ങനെ ഈ കളിക്കിടയിലെ ചെളിയിൽ തൂക്കി എറിയുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ? സ്റ്റൈലായിരുന്നു. ശരിക്കും സുരേഷ് ഗോപിയുടെ സിനിമ കാണുന്നോണ്ടായിരുന്നു. കരിയപ്പിലെടുത്ത് കളയത്തില്ലേ, അതുപോലെ സിമ്പിളായിട്ടല്ലേ തൂക്കി എറിഞ്ഞത്. ഇന്നലത്തെ ചുരുക്ക് തീർക്കായിരുന്നോ നീ? എങ്കിലും നിന്നെ കൊണ്ട് തന്നെ ഇക്ഷ ഉണ്ടാവരിപ്പിക്കും. സംഭവം വിട്ടേ കളഞ്ഞേ. ഈഗോ വെച്ചിട്ടൊന്നും നടക്കില്ല. അതാണ് പുള്ളിങ്ങനെ പറയുന്നത് ശരിയാണ്. പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. സൊല്യൂഷൻ ആണെങ്കിൽ ഈഗോ പഴവും കത്തി അവിടെ ഇരിപ്പുണ്ട്. നൈസായിട്ട് വേണ്ടവരെ സ്വന്തം തന്നെ അങ്ങോട്ട് മുറിച്ചാൽ മതി. നീർക്കോലി പോലെ ഇരുന്നതാ റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോ. ചായ പൈസ ഇല്ലാതെ തരാൻ പറ്റത്തില്ല. പൈസ തരാന്ന് പറഞ്ഞില്ലേ? പൈസ തന്നിട്ടല്ലേ കുടിച്ചിട്ടുള്ളൂ. പൈസ നീ ഒന്ന് മനസ്സിലാക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നീ ഇടിയം മാത്തൻ എന്ന് കേട്ടോ, എല്ലാവരും കേട്ടോളണം. ഇടിയം മാത്തൻ പോലീസിലെ വലിയ ഒരു പുലിയായിരുന്നു. പണ്ടൊരു കേസിലല്ലേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അറഞ്ചോം പുറിഞ്ഞോം തല്ലി. എന്നെ തപ്പാത്ത സ്ഥലമില്ല. അങ്ങനെ പുലിയായിരുന്ന SI എലിയായിപ്പോയി. അതാ ചരിത്രം. കഥയൊക്കെ കേട്ടില്ല. ഇനി ചേട്ടാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഒന്ന് പോവാൻ നോക്കാം. മനസ്സ് വെച്ചാ ഈ അലമാരിയിരിക്കുന്ന കംപ്ലീറ്റ് സാധനവും നാളെ രാവിലെ എൻ്റെ വീട്ടിലിരിക്കും. ഓ അതോ, അത് ഇവിടുത്തെ ഒരു പഴയ കള്ളനാ. ഇപ്പൊ മോഷണത്തിന് പോകാനൊന്നും വയ്യ. നീ ആരാ? എന്താണ് ഉദ്ദേശം കവിയുടെ? പോലീസുകാരും കള്ളനും കൂട്ടുകയാണ്. അപ്പൊ സാറിന് പത്രത്തിൽ എഴുതാൻ കക്കുന്നതിന്റെ ട്രിക്ക് അറിയണല്ലേ? അങ്ങനെ ഒരു സംശയം. മോഷണത്തിന്റെ ആദ്യത്തെ സൂത്രം, എത്ര ഇരുട്ടായാലും എത്ര ഫിറ്റായാലും കള്ളന് പോലീസിനെ കണ്ടാൽ തിരിച്ചറിയാം സാറേ. അതിപ്പോ പോലീസുകാര് എത്ര വേഷം മാറി വന്നാലും
ഇത്രയും ബുദ്ധിയും സൂക്ഷ്മതയും വേണ്ട ഒരു പണി ലോകത്തില്ല. ഒരു വീടിനകത്തേക്ക് കയറുന്നതിലും തിരിച്ചിറങ്ങുന്നതിലുമാണ് ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. കള്ളന്മാര് പലതരക്കാരുണ്ട്. പണം നോട്ടോട്ടാണ് മിക്കവരുടെയും തുടക്കം. ചിലർക്ക് പിന്നീട് അത് ലഹരിയായിട്ട് മാറും. അതിനകത്ത് തന്നെ സാർ രസമുള്ളേ. ചിലർക്ക് ഇത് കാശിന് മാത്രമുള്ള പണിയല്ല, ഒരു തൃപ്തി വേണ്ടേ. കാശും പണ്ടൊക്കെ അലമാരി വെച്ച് പൂട്ടിയിട്ട് മനുഷ്യന്റെ ഒരു ഉറക്കമുണ്ട്. ഇഷ്ടം പോലെ പണിയുണ്ടല്ലേ പോലീസ് പട്ടിയെ മുതൽ കൊമ്പത്തെ ആഫീസർമാരെ വരെ വട്ടം കറക്കാനുള്ള പണി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെയാണേലും ഭയമാ സാറേ കള്ളന്റെ ജീവിതം. എപ്പോൾ വേണേലും പിടിവീഴാമെന്നുള്ള ഭയം. രുചിച്ചാൽ പിന്നെ പിടിവീഴണം, ആ ലഹരി ഒടുങ്ങണമെങ്കിൽ. എങ്ങനെ ഒരു നല്ല മോഷണം പ്ലാൻ ചെയ്യുന്നത്? നല്ല മോഷണം, അത് കൊള്ളാം. തിരക്കുണ്ടല്ലേ? കള്ളം മോഷ്ടിക്കുന്നത് നല്ല ബാഡ് ഐഡിയ ആണല്ലോ ബ്രോ. നല്ല ഈഗോ കൊണ്ട് കളയല്ലേ കരിയർ. ഹൈസ്കൂളിന്റെ പുറകിൽ വഴിവെട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. താൻ പോയി അന്വേഷിക്കും. അത്ര സ്ഥലമുള്ളതല്ലേ, ഒരല്പം വഴിക്ക് വിട്ടു നിന്ന് വിചാരിച്ചിട്ട് എന്ത് പറ്റാനാ? ഗിരിസാറൊന്ന് സംസാരിച്ച ചിലപ്പോൾ ഈ പ്രശ്നം തീരുമായിരിക്കും. ഇത്രയും ബുദ്ധിയും സൂക്ഷ്മതയും വേണ്ട ഒരു പണി ലോകത്തില്ല. ഒരു വീടിനകത്തേക്ക് കയറുന്നതിലും തിരിച്ചിറങ്ങുന്നതിലുമാണ് ഒരു കള്ളന്റെ പണിക്ക്. പണം നോട്ട് എന്തും നീ ഇവിടെയെങ്കിലും അല്ലേ? കള്ളന് കാവൽ അവൻ മാത്രമാണ്. അവന്റെ കണ്ണും കാതും മൂക്കും തുറന്നിരിക്കണം. ചെറിയ വെട്ടം കണ്ടാൽ, ഒരു സിഗരറ്റിന്റെ മണം കിട്ടിയാൽ, ഒരനക്കം കേട്ടാൽ കയറാൻ വേണ്ടതൊക്കെ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. മോഷ്ടിക്കുന്ന പോലീസുകാർ ഹൊറർ മൂവി പോലെ ആവണല്ല. ഒരു വീട്ടിൽ കയറിയ ഏത് നിമിഷവും പിടിക്കപ്പെടാം. ആദ്യം രക്ഷപ്പെടാനുള്ള വഴി ഉറപ്പിച്ചിട്ടേ കള്ളം പണി തുടങ്ങത്തുള്ളൂ. ഇതിനു മുമ്പ് കണ്ട സിനിമ സുമതിയോടവാ. അതിനേക്കാളും ടെൻഷൻ ഇപ്പം എനിക്ക് ഇത് കാണുന്നുണ്ട്. വടിയോടെ എനിക്ക് തോന്നിയതല്ല, ഞാൻ കണ്ടാ. ഇനി അങ്ങോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നടത്തിയല്ല. അടച്ചിട്ട് എവിടേക്കാ പോയത്? സാറേ, എൻ്റെ വീട്ടിലൊരു ചടങ്ങുണ്ടായിരുന്നു. 3 ദിവസം മുമ്പാ പോയത്. ഇന്നലെ രാത്രിയിലാ തിരിച്ചു വന്നത്. ഇന്നലെയല്ലേ കള്ളം കയറിയത്? അതെ സാറേ. നിങ്ങൾ ആളെ കണ്ടു എന്നുള്ള ഉറപ്പല്ലേ? ഉറപ്പാണ്. ഞാൻ അവനെ ശരിക്കും കണ്ടതാ. ഈ ഡോർ വഴി അവൻ ഓടിയത്. ശരിക്കും നോക്കിയേ, വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ശരി സാറേ. ഒന്നുകൂടെ നോക്കാം. അയാളുടെ മുഖം കണ്ടറിയാം സാറേ, അതിൽ കൂടുതൽ പോയിട്ടുണ്ട്. കൈക്കൂലിക്കാശായതൊന്നും മിണ്ടാത്ത ഈ വില്ലേജ് ഓഫീസർ ഒരു കൈക്കൂലിക്കാരനാണ്. എന്താ സാറേ, 5000 അല്ല, അതിൽ കൂടുതൽ പോയിട്ടുണ്ട്. ആളൊരു കൈക്കൂലിക്കാരനാണ്, അതുകൊണ്ടാണ് സത്യം പറയുന്നത്. സാറേ, ഇതുകൊണ്ടോ, ഇത് ദൂരേന്ന് വന്ന് കക്കുന്നവരുടെ ഒരു രീതിയാണ്. വീട് സ്ഥിരമായിട്ട് പൂട്ടിക്കിടക്കണമെന്ന് അറിയാൻ ഗേറ്റിന് എവിടെതാ ഇങ്ങനെ ഒരു നൂല് കെട്ടി വെക്കും. എന്നിട്ട് പകല് വന്ന് നോക്കും. ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നൂല് പൊട്ടുമല്ലോ. അങ്ങനെ ഇന്നലെ പകലൊന്ന് നോക്കിയപ്പോൾ നൂല് പൊട്ടാത്ത കണ്ട് രാത്രി കയറിയതാ. രാത്രി കയറിയത് ഗേറ്റ് വഴി ആയിരിക്കില്ല, അതുകൊണ്ട് കണ്ടു കാണില്ല. അല്ലെങ്കിൽ ഇത്രയും പ്ലാൻ ചെയ്ത് വന്നൊരു മോഷണം ഉപേക്ഷിക്കേണ്ടെന്ന് കരുതി കയറിയതായിരിക്കും. എന്തായാലും ഇത് ദൂരെ കുറച്ച് ഓവറായിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാനായിട്ട് സുപ്പീരിയർ ഓഫീസറെ എനിക്ക് സസ്പീഷ്യസ് ആണ്. ആ ചേട്ടാ, ശരി സാർ. ആണോ? ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. അതുപോലെ നമ്മുടെ പുറകു വശത്തവൻ പൊളിച്ചു കയറിയിട്ടില്ലേ, ആ ഭാഗത്തെ ഫിംഗർ പ്രിന്റ് ഒക്കെ നടക്കണം. നമ്മുടെ ഡോഗ് സ്ക്വാഡ് ഒക്കെ എത്തും. ഉടനെ എത്തും സാർ. സാറേ, അന്നിങ്ങനെ പറഞ്ഞല്ലേ വഴിക്ക് സ്ഥലം വിട്ട് തരാന്ന്. ദേ ഇപ്പൊ ഇവരെയും കൂട്ടി പണിക്ക് വന്നപ്പോ പറ്റില്ലാന്ന്. പഠിപ്പിച്ച സാറാന്നൊന്നും ഞാൻ നോക്കൂല. അങ്ങനത്തെ ഓർത്താനൊന്നും വേണ്ട, ഞാൻ സംസാരിക്കട്ടെ. വിട്ടുകൊടുക്കാന്ന് സാറ് സമ്മതിച്ചല്ലേ. സാറിനെ പോലെ എല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളിങ്ങനെ വാക്ക് മാറാവും.
നോക്കട്ടെ എന്ന് മാത്രമേ ഞാനൊന്നും പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വാക്കൊന്നും കൊടുത്തിട്ടില്ല. പട്ടിയ ട്രാക്ക് വരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പണിയാവുമല്ലോ. വാശി കളഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കും. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ഈ ചെരുപ്പ് നിങ്ങളുടെ ആരുടെങ്കിലാണോ? അമ്മേ, ദേ അച്ഛൻ ഇന്നലെ അന്വേഷിച്ചിടുന്ന ചെരുപ്പ്. അയ്യോ സാറേ, അത് എൻ്റെ ചെരുപ്പാ. ഇന്നലെ രാത്രി വീട്ടുമുറ്റത്തൊന്നും കാണാതെ പോയതാ. ഓ നൈസിന് സ്കെച്ച് മനുഷ്യനെ പറ്റിക്കുന്നു, പിന്നെ അല്ല ഒരു പട്ടി. എവിടെന്നെങ്കിലും 2 ചെരുപ്പ് എടുത്തിട്ട് മോഷിക്കുന്ന വീടിന്റെ അവിടെ ഇട്ടാച്ചാൽ മതി. പാവം അതും മണപ്പിച്ച് ഓട്ടോ ഓടിക്കോളൂ. ഭയങ്കര യുണീക്ക് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണല്ലോ. ഞാൻ ഇതുവരെ ജിത്തു ജോസഫിന്റെ ഒരു പ്രൈമറി ഇതൊരു സ്ഥിരം പരിപാടി ആക്കിയോ? ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ബ്രോ. എപ്പോഴെങ്കിലും പിടി വീഴും. This is not a good idea. It's like a superhero man, but a bad guy. ശൈലിയുള്ള മോഷ്ടാവല്ല സാർ, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ. എന്നാ ഒരാളായിരിക്കില്ല. സാറേ, എന്റെ വീട്ടിൽ നിന്ന് 1-2 രൂപയല്ല മോഷണം പോയിരിക്കുന്നത്, രൂപ 50,000 പോയിരിക്കുന്നത്. ഈ നാട് മുഴുവൻ കള്ളം കയറി മോഷ്ടിച്ചോണ്ടിരിക്കാം. ഇപ്പൊ പിടിക്കാതെ പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെ കൊള്ളില്ലാഞ്ഞിട്ടല്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഇത് എപ്പോഴേലും പണി വീട് അത് മാറി. നീ എന്താ ഇവിടെ? സാറേ, ഞാൻ അവനെ പിടിക്കാൻ അറിയുന്നോ? അവനെ പിടിച്ചില്ല പിന്നെ എന്തിനാ സാറേ നമ്മൾ പോലീസ് പറഞ്ഞ് നടക്കുന്നത്? Dude, that is not a അതിന് ഗിരിയല്ലായിരുന്നു അന്ന് കേസൊക്കെ അന്വേഷിച്ചിരുന്നത്. എൻ്റെ വീട്ടിലെങ്ങാനും കള്ളം കയറിയ സിയുടെ സിനിമാ സ്റ്റൈലൊക്കെ അന്ന് തീരും. ഈ DYSP മുതൽ അങ്ങ് IG വരെ എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അതൊന്ന് കൊടുത്തില്ല. ബിഹേവിയർ മാറ്റിയേ പറ്റൂ. രാജപ്പെട്ട് നമ്മൾ തിരിച്ചു പോയക്കരുത്. വീട് നമ്മളോട് ഇണങ്ങാത്തോണ്ടാ. അപ്പോൾ നമ്മളവിടെ വീട്ടുകാരെ പോലെ പെരുമാറണം. നമ്മളെ ഇഷ്ടമായ വീട് തന്നെ നമുക്ക് വേണ്ടത് കാണിച്ചു തരും. Dude, this is a bad idea. Drinking while തെറി കേട്ട് മനുഷ്യന്റെ ചെവി അടിച്ചു പോയി. DYSP മുതലങ്ങ് IG വരെ വിളിച്ചിട്ടുണ്ട് ആ തമ്പി. ഇത് ശരിയാണല്ലോ കേട്ടോ. എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതിയെ പിടിക്കണം. ശരി സാർ. ഇന്നലെ തന്നെ തമ്പിയുടെ വീട്ടിൽ കയറണമെങ്കിൽ സ്ഥലക്കച്ചവടത്തിന്റെ കാശ് കിട്ടിയത് അറിയാവുന്ന ആരോ ആണ്. അതിന് സാധ്യതയുണ്ട് സാർ. ഈ ഷാജി എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച അന്നേ ഇവന് ഈ അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണം അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ മണിയായിട്ട് അവൻ കാര്യം പറയും. എന്നാ താൻ പോയി അവനോട് വിളിച്ചിട്ടോ. സാറേ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഞാൻ പറഞ്ഞില്ലേ അവൻ എന്നോട് സ്കൂളിൽ പഠിച്ചതാ. എടോ എന്നാ ചന്ദ്രനെ പറഞ്ഞോട്. സംഭവം സ്റ്റൈലായിരുന്നു. ശരിക്കും സുരേഷ് Dude, this is not good, man. This is not the right thing to do. This is bad. നീയാണ് ചെയ്തെങ്കിൽ അങ്ങ് സമ്മതിച്ചേ. എന്തിനാ ഈ തല്ലിങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്? എന്റെ മക്കളാണ്, ഞാനല്ല ഗിരി. എന്നെ ഇവിടെ നിന്നെങ്കിലും രക്ഷിക്കും. ശരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കണം. ഇയാളത് ഇത് കുറച്ച് ഓവറാകുന്നുണ്ട്. എനിക്ക് ആദ്യം വിളിക്കുന്ന ക്യാരക്ടർ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇത് ഈസ് ബിക്കമിങ് എ സ്ട്രൈറ്റ് അപ്പ് വില്ലൻ. ആള് തരികടയൊക്കെയാ, പക്ഷെ അവൻ മോട്ടിക്കൊക്കെ ചെയ്യും. ഷാജി എനിക്ക് കൊച്ചുനാൾ പോലെ അറിയാവുന്നല്ലേ. ഞാൻ ആ സ്റ്റേഷനിൽ എല്ലാവരോടും പറഞ്ഞു തന്നേ അവൻ മോട്ടിക്കത്തില്ലെന്ന്. ആര് കേൾക്കാൻ? ആ CSRന്റെ തല ഊരാൻ ഒരു പ്രതിയെ വേണം, അത്ര. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക. CSRും കൂടെ ആ പാവത്തിനെ കണ്ടമാനം ഉപദ്രവിച്ചു. അല്ലപ്പോ ഇതൊക്കെ ചോദിക്കാനും പറഞ്ഞ ഇവിടെ ആരുമില്ല. ചോദിക്കേണ്ടവരല്ലേ ഇതൊക്കെ ചെയ്യിക്കുന്നേ. വിട്ട് ഷാജി ഇറക്കിയ അവർക്ക് അതൊരു രാഷ്ട്രീയ നേട്ടമല്ലേ. അല്ലെങ്കിലും അതൊക്കെ ഉപയോഗിക്കാൻ സഖാവിന് കൃത്യമായിട്ടും അറിയാം. പറ്റിലെഴുതിക്കോ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? What is a play here? അവിടെ ഡ്യൂട്ടി. ഗിരി സുഭാഷം ഉത്സവം നടക്കുന്നിടത്ത്. പിന്നെ ഷാജിയെ അതൊരു സംശയമില്ല. നമ്മൾ മനഃപൂർവ്വം കുടിക്കാമെന്ന് മേലേക്ക് വിളിച്ചു പറഞ്ഞിരിക്കണം. ഇനി ആ DYSP ഇങ്ങോട്ട് വരും, അയാളുടെ വായിലിരിക്കുന്ന തെറി മുഴുവൻ കേൾക്കേണ്ടി വരും.
താനങ്ങ് വന്നേ. പാവങ്ങളെ പിടിച്ചിരിക്കുന്നോ? നിങ്ങളെ കൊണ്ട് ഇതിന് സമാധാനം പറയിപ്പിക്കും. What the hell, man? ഈ ക്യാരക്ടർ മാറ്റാൻ വിചാരിച്ചത് ഇതിപ്പോ പ്രതിയും കിട്ടിയില്ല, നാട്ടുകാരെ എതിരാക്കി. സാറൊന്ന് കണ്ണടച്ച ഞാനൊരു പണിയായിരുന്നു. ഞാനൊരാളെ പൊക്കിക്കൊണ്ടുവരാം. അയാൾ ഏറ്റുള്ളല്ലേ? ഏയ് അതൊന്നും വേണ്ട, ഒക്കെ പുലിവാലോ. സാറേ വേറെ ആരും അറിയണ്ട സാറേ. റിസ്ക് ഞാൻ എടുത്തോളാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സാറ് കൈ ഒഴിഞ്ഞു. അറസ്റ്റ് ചെയ്ത് ഞാനില്ലേ. എൻ്റെ സാറ് ഇവിടെ കൊലക്കേസിൽ വരെ ഡമ്മികളിടുന്നു. യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ കുറച്ച് സാവകാശവും കിട്ടും. അപ്പോൾ മോഷ്ടിച്ച കാശൊക്കെ റിക്കവറി ഉണ്ടേ? എൻ്റെ സാറേ കട്ടത് മുഴുവൻ കാശല്ലേ. കുറേയൊക്കെ അവൻ ദൂർത്തടിച്ചെന്ന് പറയാം. അതിനുള്ളിൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ച് അവനെ കൊണ്ടുവന്ന് റിക്കവർ ചെയ്താൽ പോരെ. ഇത്ര ആയിട്ടും കഴിഞ്ഞില്ലടോ ഇയാളുടെ കാര്യം. കള്ളനാണേ മിടുക്കൻ. ഞാൻ അന്നേ പറഞ്ഞില്ലേ സാറേ, സാറ് പോലീസാന്ന്. അത് വളരെ ഉറപ്പാണല്ലോ അല്ലേ? അത് CSR വാക്ക് വന്നിട്ടുണ്ട്. നല്ല കാശും തരും. പുള്ളിയുടെ ഒരു അഭിമാന പ്രശ്നമായി പോയി. 5000 രൂപ അഡ്വാൻസ്, ബാക്കിയും മേടിച്ചു തരാം. ഇയാൾ അവസാനം ഇതിന്റെ ഇടയ്ക്കിടന്ന് പണിയാവോ? എപ്പോഴാ കള്ളനെ പിടിച്ചത്? ഇന്നലെ രാത്രിയിൽ. നമ്മുടെ ഗിരി ഒറ്റയ്ക്ക് കള്ളനെ പിടിച്ചെന്നാ കേട്ടോ. അച്ചാറ് കൂട്ടി അങ്ങ് എന്താ ബിരിയാണി? ഇയാള് പാവം. തോന്നണം എന്ത് പണി? ഇവിടെയുള്ള ബാക്കി കേസും കൂടെ തൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാനാണ്. തൻ്റെ കാശിൻ്റെ കാര്യത്തിലും എന്തോ മനംമാറ്റം ഉണ്ട്. ഇതൊരു ചതിയായി പോയിട്ട് സാറേ. സാറിന് എൻ്റെ മോനെ പോലെ കരുതിയാ വിശ്വസിക്കാൻ കൂടെ കൂടിയേ. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇല്ലടോ, ഞാൻ ഈ ചരിത്രത്തിന് കൂട്ടുക്കത്തില്ല. അയാളെ വിശ്വസിച്ചതാണ് ഞാൻ ചെയ്തത് തെറ്റ്. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിന് ഞാനായിട്ട് തന്നെ പരിഹാരം കാണും. അയാളുടെ തലയിൽ കെട്ടി വെച്ചിട്ട് ഊരാൻ പോകണം. ഇത് ഡീപ്പ് സീനാണല്ലോ ബ്രോ. സ്റ്റേഷനിൽ സ്പെയർക്കും പിന്നെയും വിഷയമായിട്ടുണ്ട്. ഞാനത് പോയി നോക്കിയിട്ട് വരട്ടെ. സാറേ, സുകുമാരൻ സാറില്ല, ആ മണിയനെ ഒരു വീട്ടിലും കൂടെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ആ വിനോദിനോടും ചന്ദ്രനോടും സാറിൻ്റെ കൂടെ വരാൻ പറയട്ടെ. ചിക്കൻ ബിരിയാണി പിടിച്ചില്ലെന്ന് തോന്നുന്നു. എന്താടാ അഭ്യാസം എടുക്കണോ? എനിക്ക് വേദന എടുക്കണമെന്നേ. ഇയാൾക്ക് കക്കൂസി പോണം സാറേ. എനിക്കൊന്ന് ഇവിടെ കക്കൂസ് അവിടെ ഉണ്ട്. അപ്പുറത്തുണ്ട് സാർ. ഇവിടെ എന്തൊക്കെ സാറേ, എന്നാ പെട്ടെന്ന് കാര്യം സാധിക്കാം. ഉള്ളത് വെച്ച് നടത്തിയാൽ മതി. ചെല്. ഇത്ര നേരം ഇങ്ങനെ മാറ്റി ചാടിയോ? ഇഷ്ടപ്പെട്ട് പിടിച്ചൊരു പ്രതിയെ കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. സസ്പെൻഷൻ ഓർഡർ കിട്ടിയില്ല. ഇനി 3 പേരും വീട്ടിൽ പോയിരിക്കും. ഇയാളുടെ റിവെഞ്ചിന്റെ ഒന്നാം റിവെഞ്ചായിട്ടാ. സാറിനെ വിളിക്കുന്നു. പഠിച്ച കള്ളനാ സാറേ. അവനാണോ നീയാണോ കള്ളൻ? ആണാണെ ഞാൻ അവനെ പിടിച്ചിരിക്കും. ഇവിടെ തിരിച്ച് വരികയും ചെയ്യും. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് കളിക്കണം. He knows. തോന്നുന്നു. അല്ല, വീട് റിനോവേഷന് ലോൺ എടുക്കുന്നോണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല. മനോഹരേട്ട നാട്ടിലില്ലേ? അച്ഛൻ തമിഴ്നാട്ടിൽ പോയിരിക്കുക, നാളെ വരും. കുറച്ച് ദിവസം. ഇവിടെ എന്താ കണക്ഷൻ? എന്നിട്ട് പോലീസാ വിശേഷം? സുഖം. എന്റെ മുതൽ കക്കണമെങ്കിലേ കള്ളം വേറെ ജനിച്ചു വരണം അല്ലേ? സംശയം ശരിയാന്ന് എനിക്കും തോന്നുന്നു. അവനായിരിക്കും ആ ഗിരി. വളഞ്ഞ ബുദ്ധിയാവേണ്ടത്. ആ മണീനെ നമുക്ക് എങ്ങനെയും പോക്കണം. അവൻ ഇറങ്ങി ഓടിയ വഴി കൂടെ നമുക്കൊന്നുകൂടി പോയി നോക്കാം. ഞാൻ ഈ വീട് ഒഴിയുന്നില്ല. ഗിരി അവനെ വിടാതെ ഫോളോ ചെയ്യണം. സാർ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ട്.
മുതൽ കക്കണമെങ്കിലേ കള്ളം വേറെ ഇതൊരു കണ്ടീഷനാണ്, ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ഹി നീഡ്സ് എ സൈക്കോളജിസ്റ്റ് സംതിങ്. എനിക്കിപ്പോൾ ഇത് ആരെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മുടെ നായകൻ വില്ലനാണ്. വില്ലൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം എത്രത്തോളം ലൈക്ക് നായകനായി ഐ ഡോണ്ട് വോണ ജസ്റ്റിഫൈ വാട്ട് ഈസ് ഡൂയിങ് മാൻ. You seriously needs a medical attention, man. Get a psychologist or a psychiatrist. A psychiatrist preferably. Crap. Shit. ഇതൊന്നും ഊരാൻ പറ്റൂലല്ലോ. This is a bad idea. You cannot. Shit. He's in deep shit. ഇങ്ങനെ ഒരു പോരോടോ ഒക്കെയോ അതോ ആലോചിക്കുകയാണോ? നൈറ്റ് സാപ്പിടത്തേക്ക് എന്നാ വേണം സാർ? ഒരിക്കൽ രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടി വീഴണം ആ ലഹരി ഒടുങ്ങണമെങ്കിൽ. പക്ഷേ ചിലർക്ക് അതുകൊണ്ടും തീരില്ല. Now you are regretting it. ഇത്രയും നാളെ ചെയ്തപ്പോൾ തോന്നിയില്ല. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ മേലെ എവിടെ ആയിരുന്നു? നീ ആ ബൈക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജീപ്പിലോട്ട് കയറും. നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് സുമാർ സാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കള്ളനെ പിടിക്കുമ്പോൾ ഇങ്ങനൊരു അപ്രോച്ച് ആയിരിക്കില്ലല്ലോ. വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ ഐഡന്റിഫൈ ചെയ്തല്ലേ? ഓക്കെ, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഇതിപ്പോ ഇവന്റെ തലയിലാവുമല്ലോ. അപ്പൊ ഇതിനു മുമ്പ് രണ്ടുപേരും മരിച്ചില്ലേ? അതെല്ലാം മർഡേഴ്സ് ആയിരുന്നു. ഇത് സൂയിസൈഡ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. ആര് ചെയ്യുന്നതാണിത്? നീ എവിടെയായിരുന്നു? ഇന്നലെ മുതലേ വിളിക്കുന്നതാ. സർ, അമ്മയ്ക്കും 2 ദിവസമായിട്ടും മരുന്ന് മേടിക്കാൻ. രാമസ്വാമിയുടെ ഭാര്യമാരാണ്. അവര് റെക്കഗ്നൈസ് ചെയ്യുവനെ. ഓ നോ, ബാഡ് ഐഡിയ. അല്ല അങ്ങനെ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതല്ലേ ബാഗിൽ വെച്ച്. She doesn't know. Now you have a reason to be an actual policeman. Fight for it. Fight for your people. എന്താ ചെയ്യണേ? പറഞ്ഞാ പോരെ? എന്നാ വേഞ്ചല്ലേ, പെട്ടെന്ന് പോയിട്ടോ. തെളിവെടുത്തിട്ട് വന്നാലത് പിന്നെ നേർക്കാവില്ലേ? കാരണം അതിന് തൊട്ട് മുമ്പ് വാ, ദൊരൈസ്വാമി വിളിക്കുന്നു. ഇനി താമസിപ്പിക്കണ്ട, വാ. ഞാനങ്ങോട്ട്. ഇയാളാണോ ഈ പൂജ കിട്ടാതുകൊണ്ട്? What do you know, man? What do you know? Did you see someone else? Is that a... Oh. Can you find the same vehicle? There are tracks. What is that? Oh no. ഇത് പോയാ പെട്ടു. വൻ സീനാണല്ലോ. ഞാൻ അന്വേഷിച്ചു. അന്നത്തെ ദിവസം അവനെ ഫോണിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ ചെക്ക് പോസ്റ്റ് കിടന്ന് അപ്പുറം പോകുന്ന ഞാൻ കണ്ടതാ. മണിയനെ മിക്കവാറും തമിഴ്നാട്ടിലെവിടെയെങ്കിലും ആയിരിക്കും ഒളിപ്പിക്കാൻ സാധ്യത. മിക്കവാറും അവൻ പറഞ്ഞിട്ട് മണിയൻ തന്നെ ആവും ഈ മോഷണമൊക്കെ നടത്തിയത്.
സംശയം തോന്നാൻ കാരണം? താഴത്തെ മണ്ണിലും മലമൂത്രത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. പക്ഷെ ഉടുത്ത മുണ്ടിലുണ്ടായിരുന്നു. ഡെത്ത് നടന്ന അവിടെ വെച്ചല്ല സാർ. പ്രായമായ ആളല്ലേ, ചിലപ്പോൾ ഡിസ്ചാർജസ് ഒക്കെ കുറവായിരിക്കും. സത്യയോട് പറയേണ്ടി വരുമല്ലോ. പിന്നെ പഴയ കയറല്ലേടാ, പല പാടും കാണും. പഴയതല്ല സാർ, അത് പുതിയതാണ്. എനിക്ക് തോന്നുന്നത് കൊന്നിട്ട് കൊണ്ട് കെട്ടിത്തൂക്കിയതാണ്. പ്രശ്നം നിനക്കെന്താണ് ഒരു മാറ്റം? എടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? സമയം മരിക്കുന്നതിന് ഒരു ദിവസം മുന്നേ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. കണ്ടെന്നല്ല, സാമ്യൻ്റെ വീട്ടിൽ ഞാൻ കക്കാൻ കയറിയപ്പോൾ എന്നെ പിടിച്ചെന്ന് പറയുന്നത് ശരി. അത് കിട്ടേണ്ട തന്നെ ആവശ്യമുണ്ട്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഞാൻ നിന്നെ പോലൊരു ക്രിമിനലിനെ കണ്ടിട്ടില്ല. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഈ വാശി തീർക്കുന്ന സ്വഭാവം നിനക്ക് നല്ലതിനല്ല. എന്താ ഗിരി പ്രശ്നം? കേറി പോകാൻ. സാർ, ഞാനെല്ലാം തുറന്നൊന്ന് സറണ്ടർ ചെയ്യും. പ്ലീസ്. ഇപ്പൊ സറണ്ടർ ചെയ്താല് കാരണം ഇവൻ തന്നെ കുറ്റക്കാരനാകും. അതാ പ്രശ്നം. ഇപ്പൊ സറണ്ടർ ചെയ്താൽ ശരിയല്ല. കാരണം ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് സറണ്ടർ ചെയ്യുന്നത് വേണമെങ്കിലും. ഓ, സൈക്കാട്രിസ്റ്റ്, വെരി നൈസ്. ഇതിപ്പോൾ നമ്മുടെ ഈ ഉൾപ്രേരണകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ഡിസോർഡർ ഓഫ് ഇമ്പൾസ് കൺട്രോൾ എന്നൊക്കെ പറയാം. ഇയാളുടെ അഭിമാനത്തിനെയോ കഴിവിനെയോ ചോദ്യം ചെയ്യുന്നതായി ഇയാൾക്ക് തോന്നിയാൽ ഇവനതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കും. പിന്നെ ജയിക്കാതെ പറ്റില്ല. പറയുമ്പോൾ പോലീസ് ജോലിയേക്കാൾ വെല്ലുവിളിയുണ്ട്, പിടിക്കപ്പെടുന്നുമില്ല. ഇതിൻ്റെ ഈ മോഷണത്തിൻ്റെ ഒരു ആനന്ദം, ലഹരി, ഹരം അതിന് കീഴ്പ്പെട്ടു പോയി. ഇപ്പോ അയാളിലെ ജയിക്കാൻ മനസ്സ് നിർബന്ധിക്കും. നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം, പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് അന്നോ വരണം. Which I'm not sure considering his previous personality. അല്ലെങ്കിൽ പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഏർജിനെ മാറ്റി പ്രദർശിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് അവൻ്റെ റിയൽ ലൈഫിൽ ഉണ്ടാവണം. ചിലപ്പോൾ അതാണ് വേണ്ടത്. എനിക്കാണ് വലിയ ചലഞ്ചല്ലേ ഇത്. ഇനിയിപ്പോൾ നീ മറ്റേ കേസിന്റെ പുറകെ പോകണ്ട, ചുമ്മാ തലവേദന പിടിക്കാനായിട്ട്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ സാറേ. എന്താ സംഭവിച്ചെന്ന് നീ കൂട്ടിയാ കൂടുന്ന കേസല്ല ഇത്. ഓ യെസ്, ഒരു സാധാ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള നീ എന്നാ ഉണ്ടാക്കാനാ? എന്റെ കഴിവുകൊണ്ട് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കാലോ. യെസ്, അതാണ് കച്ചി. നീ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. സ്റ്റേഷനിൽ പുതിയ CI വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇതിന്റെ പുറകെ പോകാൻ നേരവും കിട്ടത്തില്ല. അതിനു മുമ്പേ ഞാനൊരു തുമ്പ് കണ്ടുപിടിച്ചാലോ? ഞാനൊന്ന് പറഞ്ഞില്ല, ടയർ മാർക്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വീഡിയോ മെസ്സേജ് വന്നു. കൺമുന്നിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ, അവനെ ഞാൻ പോക്കും സാറേ. അപ്പൊ നീ തീരുമാനിച്ചിട്ട് തന്നെ ഞാനും ഉണ്ട് എന്റെ കൂടെ. കാരണം ഇപ്പൊ പോയി സറണ്ടർ ചെയ്താൽ ഇവന്റെ തലയിൽ കൊലക്കുറ്റം വരും. പിന്നെ തിരിച്ച് വീട്ടിൽ ചെന്നിട്ടില്ല. ഇത് എന്നാ സ്റ്റോറിയാ ഇത്? ഫ്രണ്ട്സ് ഓഫ് സമ്മൺ, വാട്ട് ഡിഡ് യു ഡു ടു മീ മാൻ? എന്ത് സിനിമ ഇത്? ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി മലയാള സിനിമയിൽ ഞാൻ ലാസ്റ്റ് കണ്ടത് ഏതാ? എക്കോയിൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി അല്ല ഓണസ്റ്റ്ലി. കിഷ്കിൻ്റെ കണ്ടത്തിലാണ് എനിക്ക് തോന്നുന്നു, അത് ആസിഫ് അലി തന്നെയായിരുന്നില്ലേ കുറച്ചുകൂടി കോംപ്ലക്സ്. ഞാൻ ലാസ്റ്റ് കണ്ട മലയാളം ഫിലിംസിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി എനിക്ക് കൂമനെ പോലെ കിഷ്കിൻ്റെ കണ്ടം തന്നെയാണ്. അല്ലാതെ ഇത്രയും ഡെപ്ത് ഉള്ളൊരു സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല. സമയം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. എനിക്കൊന്നും
ഞാൻ എത്രത്തോളം കമൻട്രി പറഞ്ഞു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഒരു പ്രോപ്പർ റിയാക്ഷൻ വീഡിയോ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ കൂട്ടുന്നത്, അതിൻ്റെ ഒരു റിയാക്ഷനിൽ ഇത് ഈ വീഡിയോ ലീഗലാവുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ കമൻട്രി ചെയ്യുന്നതാണ്. ഈ സിനിമയിൽ ഞാൻ അത്ര ഇൻവോൾവ് ആയിപ്പോൾ എനിക്ക് കമൻട്രി പറയാൻ കൂടി ടൈം കിട്ടിയില്ല. ഞാൻ ഇംഗ്ലീഷ് വീഡിയോസും റിയാക്ഷൻ, ഐ തിങ്ക് ബോളിവുഡ് വീഡിയോസിൻ്റെ ഒക്കെ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ മലയാള സിനിമയാണെന്ന് മറന്നുപോയി ഇംഗ്ലീഷിലാണ് കമൻട്രി പറഞ്ഞത്. കാരണം ഞാൻ ലൈക്ക് ഇപ്പോൾ ആസിഫ് അലിയുടെ ആ ഒരു ഞാൻ കൺട്രോളിലല്ല എന്നൊക്കെ പറയില്ല, അതേപോലെ ഞാനും കൺട്രോളിലല്ലായിരുന്നു റിയാക്ഷൻ കാണുമ്പോൾ. ഞാൻ അത്രയ്ക്ക് ഇൻവോൾവ് ആയിപ്പോയി സിനിമയുടെ. ഞാൻ സിനിമ ഇവിടെ വെച്ച് റേറ്റ് ചെയ്യണില്ല, കാരണം ഈ സിനിമയ്ക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, സോ മച്ച് പൊട്ടൻഷ്യൽ. എനിക്ക് ആ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ടേ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുവരെ കണ്ട വെച്ച് ഐ എം തറോലി എൻജോയിങ് ദിസ് മൂവി. ആൻഡ് ഇത് എവിടെ വരും എന്നുള്ളത് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം ദിസ് ഹാവ്സ് എ പൊട്ടൻഷ്യൽ ഫോർ മീ ടു ബി ലൈക്ക് ഒരു കിഷ്കിൻഡർഗാർട്ടൻ ലെവൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു സിനിമയാണിത്. പക്ഷെ അത് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഞാൻ കൺഫേം ചെയ്യാം. പിന്നെ കഥ ഇങ്ങനെ പോകുന്നുണ്ട്, എനിക്ക് ലാഗ് ഒട്ടും തോന്നിയിട്ടില്ല ഇതുവരെ. ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റോറി പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ആസിഫ് അലിയുടെ ക്യാരക്ടർ ഇറ്റ്സ് വെരി നൈസ് ആൻഡ് വെരി കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ. ലാഗ് തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ആക്ച്വൽ ആൾക്കാരുണ്ടല്ലോ, ക്ലെപ്റ്റോമേനിയാക്സും എന്താ പറയുക, ഇങ്ങനത്തെ വേർജുള്ള ഇമ്പൾസ് കൺട്രോൾ ഇഷ്യൂസുള്ള ആൾക്കാർ റിയൽ ലൈഫിലുണ്ട്. ഇപ്പം അവരുടെ ഒരു ക്യാരക്ടറൈസേഷൻ, കാരണം സ്വന്തം അർജുനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. സോ ഇറ്റ്സ് മോർ ഓഫ് എ മെഡിക്കൽ കണ്ടീഷൻ, റൈറ്റ്? ആൻഡ് അതിന് പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് ചെയ്തവനെ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് റൈറ്റ് മൂവ്. ഓണസ്റ്റ്ലി ഇവൻ ചെയ്തത് പ്രശ്നം തന്നെയാണ്. ഇനി മറ്റേ പഴയ ചെയ്യ പണി കൊടുക്കുമെന്നാണ് എൻ്റെ ഡൗട്ട്. എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ ഇപ്പോൾ വരുന്നത് ബാക്കി കാണും, പക്ഷേ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ കിട്ടാൻ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ യാ മാൻ, ദിസ് ഈസ് എ വണ്ടർഫുൾ മൂവി. സോ ഫാർ ദിസ് ഈസ് സോ ഗുഡ്. പക്ഷേ ഇത് എങ്ങോട്ട് പോകുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാരണം ഇത് ഇത്രയും നേരം സിനിമ പോയ ഡയറക്ഷനല്ല ഇനി സിനിമ പോകാൻ പോകുന്ന ഡയറക്ഷൻ. ഇത്രയും നേരം ഇതൊരു മേർഡർ മിസ്റ്ററി ആയിരുന്നില്ല. ഇത്രയും നേരം ആസിഫ് അലി എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു മെന്യൂവറിങ് ആയിരുന്നു ഹോൾ മൂവി. ആ പോലീസുമായിട്ടുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം, കള്ളനെ പറ്റി പഠിക്കുന്നു, ആ ഒരു ക്യാരക്ടറിൻ്റെ കഥയായിരുന്നു ഇതുവരെയും. ഇനി അതൊരു മേർഡർ മിസ്റ്ററി ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പം രണ്ട് ഡയറക്ഷനിലോട്ടാണ് ഇപ്പോൾ സിനിമ പോണേ. ഫസ്റ്റ് അടിപൊളിയായിരുന്നു, ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഇതിലെനിക്ക് സംശയമുള്ള മറ്റൊരു പൂജാരി ഉണ്ടല്ലോ, അയാൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ പെങ്കൊച്ചിൻ്റെ സിഗ്നിഫിക്കൻസ് പല സ്ഥലത്തും കാണിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ മാൻ. വേറെ ആരും സംശയം തോന്നാൻ ഇനി ഇയാൾ തന്നെയായിരിക്കും കൂടെ നടന്നിട്ട്. മാൻ ഓക്കെ, ഇതിലെനിക്ക് ആരെ ഡിഫെൻഡ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഓണസ്റ്റ്ലി ഇനീഷ്യലി ഐ വാസ് അഗൈൻസ്റ്റ് ദി ആസിഫ് അലിയുടെ ആ ഒരു ത്വര കൂടി ഒന്ന് മോഷ്ടിക്കുമ്പോൾ എനിക്ക് ആസിഫ് അലി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ഹീസ് ദ ഹീറോ ആൻഡ് ഹീസ് ദ മെയിൻ ക്യാരക്ടർ. പക്ഷേ ആ സപ്പോർട്ട് മാറി വന്ന സ്ഥിതിക്ക് ലാസ്റ്റ് എൻഡിൽ പുള്ളിക്കാരൻ കൺഫ്യൂസ് ചെയ്യാൻ റെഡിയാണ്, സ്വന്തം ഇഷ്യൂ ആണെന്ന് അക്സെപ്റ്റ് ചെയ്തപ്പോൾ എവറിത്തിങ് ഹാസ് ഗോൺ. ഐ വോണ്ട് സീ ഹിം ആസ് എ മെയിൻ ക്യാരക്ടർ അഗെയിൻ. ഇപ്പോൾ കയറി കേസ് തലയിലേറ്റാലോ കൊലക്കുറ്റം കൂടെ തലയിലിരിക്കും. ദാറ്റ്സ് എ ബാഡ് ഐഡിയ, റൈറ്റ്? ഒന്ന് കെട്ടി തൂക്കിയാണെന്നേ പറയുള്ളൂ. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ നിൽക്കില്ല ഇങ്ങനത്തെ ഒരു കേസിൽ. കാരണം ഇയാൾ തന്നെയാണ് ബാക്കി പോലീസുകാരന്മാർ സസ്പെൻഷൻ മേടിച്ച് കൊടുത്തത്. സോ യു നീഡ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. Okay man, if you want to watch the rest of the reaction, stick around, okay? And yeah, that'll be up on the channel. If you do like this kind of reactions, hit the thumbs up and let YouTube know you like what you're watching. Until I see you guys next video, good night and goodbye. And friends of someone ഇതേപോലത്തെ സിനിമ വേറെ ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യൂ. ജീതു ജോസഫിൻ്റെ തന്നെ വേറെ ഫിലിംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പാർട്ട് ഫ്രം ദൃശ്യമല്ല വേറെ സിനിമയാണ്. ഞാൻ ദൃശ്യമല്ല വേറെ കണ്ടിട്ടില്ല. ഇപ്പോൾ കൂമനും കണ്ടു, വേറെ ഞാൻ അധികം കണ്ടിട്ടില്ല. സോ any other ജീതു ജോസഫ് films you think is very good, then let me know. I'll definitely take a look. Until I see you guys next video, good night and goodbye.